ഹലോ നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട മലയാള സിനിമയെ പറ്റി പറയാനാണ്. ഉള്ളൊഴുക്കെന്നാണ് ആ സിനിമയുടെ പേര്. നമുക്കറിയാം, ഉർവശിയും പാർവതിയും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ് ഉള്ളൊഴുക്ക്. ഡയറക്ടറും അതേപോലെ സ്ക്രിപ്റ്റ് റൈറ്ററും ക്രിസ്റ്റോ ടോമി. നമുക്ക് കഴിഞ്ഞ വട്ടം സുപരിചിതമായ കറി ആൻഡ് സൈനൈഡ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി എടുത്ത് സുപരിചിതമായ ക്രിസ്റ്റോ ടോമിയാണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ നമുക്കറിയാം, കറി ആൻഡ് സൈനൈഡ് നമ്മുടെ റിയൽ ഫാക്ട്സ് ആയ ജോളി ചേച്ചിയുടെ കഥയെ ഒരു ഡോക്യുമെൻ്ററിനെ ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ എടുത്തു വെച്ചിരുന്നൊരു വ്യക്തിയാണ് നമുക്ക് ക്രിസ്റ്റോ ടോമി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഞാനടക്കം ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് സിനിമയ്ക്ക് പോയത്. ആ പ്രതീക്ഷകളോട് നീതി പുലർത്തുന്ന രീതിയിലായിരുന്നു ആ സിനിമ മൊത്തത്തിൽ. അത് വളരെ ഗംഭീരമായ ഒരു സിനിമയെ എടുത്തു വെച്ചിട്ടുണ്ട്. അതും അഭിനയിച്ചിരിക്കുന്ന പാർവതിയാണെങ്കിലും ഉർവശിയാണെങ്കിലും വളരെ റിയലിസ്റ്റിക് പെർഫോമൻസ്, ഒരു ഡ്രമാറ്റിക് രീതിയിലുള്ള ഒരു സ്റ്റോറീനെ വളരെ നാച്ചുറലായി റിയലിസ്റ്റിക്കായി അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം അഭിമാനം തോന്നി. കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷ വെച്ച് പോകുന്ന സിനിമകൾ പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾക്ക് ഒത്തു വരാതെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നിരാശയുണ്ടല്ലോ. അങ്ങനെ പല സിനിമകളും നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ സിനിമ കുറേ മാസങ്ങൾക്ക് ശേഷം വീണ്ടും വളരെ ഗംഭീരമായൊരു മലയാള സിനിമ കാണാൻ പറ്റി. ഒരിടയ്ക്ക് നമുക്കറിയാം 2024 മലയാള സിനിമയെ സംബന്ധിച്ച് ഗംഭീരമായൊരു വർഷമാണ്. പ്രേമലു, അതേപോലെ ആവേശം തുടങ്ങി ആടുജീവിതം വരെ വളരെ ഗംഭീരമായ ഒരു പടമായിരുന്നു. പിന്നെ അവസാനം കണ്ട പടങ്ങളിലൊക്കെ പിന്നെ വല്ലാണ്ട് നിരാശ തോന്നിച്ച പടങ്ങളുണ്ട്. അതേപോലെ ടർബോ പോലത്തെ പടങ്ങളും അത്യാവശ്യം നല്ല അഭിപ്രായം കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു അനുഭൂതി നമുക്ക് കിട്ടി. അതിനുശേഷം നമുക്കൊരു നല്ലൊരു അനുഭൂതി കിട്ടിയൊരു പടമാണ് ഉള്ളൊഴുക്ക്. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നടക്കുന്ന രണ്ട് വ്യക്തികളാണ് ഉർവശിയും അതേപോലെ പാർവതിയും. ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സിലൂടെയാണ് കഥ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗംഭീരമായാണ് ഈ സിനിമ നമുക്ക് അനുഭവപ്പെട്ടത്. ഇതിൽ ഉർവശി എന്ന് പറയുമ്പോൾ ഉർവശി ഒരുപാട് നാളായിട്ട് മലയാള സിനിമയിലുള്ളതാണ്. ആ മലയാള സിനിമയുടെ ആളുടെ എക്സ്പീരിയൻസ് അതായത് കൃത്യമായി വിളിച്ചോതുന്ന രീതിയിലാണ് ആളുടെ പെർഫോമൻസ്. അതായത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതേപോലെ തന്നെ പാർവതിയും അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാർവതിയും ഉർവശിയും ഒപ്പം മത്സരിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞു വരും. പാർവതിയെ സംബന്ധിച്ചൊരു ചെറുപ്പക്കാരി എന്ന രീതിയിലാണെങ്കിലും ആളുടെ അഭിനയ മികവ് പൂർണ്ണ രീതിയിൽ പുറത്തെടുക്കാനായിട്ട് ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മേക്കിംഗ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സൂപ്പറായിട്ടുണ്ട്. വളരെ റിയലിസ്റ്റിക് ആണ്. ഒരു കുട്ടനാടിൻ്റെ നാച്ചുറൽ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ എഡിറ്ററെ നമുക്ക് പ്രത്യേകം എടുത്തു പറയണം. കിരൺദാസ് എന്നാണ് അതിൻ്റെ എഡിറ്ററിൻ്റെ പേര്. കാരണം ഈ ഒരു നാച്ചുറൽ പടത്തിൻ്റെ ഒരു ഫ്ലോ ഒരു തരത്തിൽ പോലും നഷ്ടപ്പെടുത്താണ്ട് അതിന് മുഴുനീളം നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ പറയുന്ന എഡിറ്റർക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ DOP ഷഹനാദ് ജലീലാണ് ഇതിൻ്റെ DOP വരുന്നത്. അത് നല്ല രീതിയിൽ കുട്ടനാടിൻ്റെ മുഴുവൻ പ്രകൃതി ഭംഗിയും നമ്മളെ വിളിച്ചോതുന്ന രീതിയിലുള്ള ഷോട്ട്സുകളും അതേപോലെ ലൈറ്റും ഗ്രേഡിയനും എല്ലാം പെർഫെക്റ്റ് ബ്ലെൻഡ് എന്ന് പറയില്ലേ, ആ ഒരു സംഭവം നമുക്ക് ഇതിന് ഫീലായി. അതിൽ ഒരു പ്രത്യേക ഷോട്ട് എന്ന് പറയാനായിട്ട് ഒരു മഴക്കാലം, അതേപോലെ കുട്ടനാട്ടിലെ മഴക്കാലം, അതിൻ്റെ ഒരു പ്രത്യേക ശരിക്കാന്ന് പറയാം വളരെ റിയലിസ്റ്റിക് ആയിരുന്നു. സാധാരണ നമ്മൾ ഡോക്യുമെൻ്ററിയിൽ കാണുന്ന മലയാളം കാണുമ്പോൾ അല്ലെങ്കിൽ കേരളം കാണിക്കുമ്പോൾ രീതിയിൽ കാണിക്കുന്ന ഒരു രീതിയില്ല. ഒരു പെർഫെക്റ്റ് ആ വെള്ളമൊക്കെ മഴക്കാലത്ത് എങ്ങനെയാണ് കയറുന്നത് അതൊക്കെ കുട്ടനാട്ടിൽ വളരെ ഭംഗിയായിട്ട് ആ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതും പിന്നെ ഇതേപോലെ ആർട്ട് വർക്ക് വളരെ നന്നായിട്ടുണ്ട്. കാരണം ആർട്ട് വർക്ക് ഈ സിനിമയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ആർട്ടും നന്നായിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരാളെന്ന് പറയുന്നത് സുഷിൻ ശ്യാമാണ്. സുഷിൻ ശ്യാമിൻ്റെ കാര്യത്തെ പറ്റി നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം ആൾ ബെസ്റ്റ് ഇൻ ഇൻഡസ്ട്രി എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ആൾ ഒരുപാട് കമേഴ്ഷ്യൽ പടങ്ങൾക്ക് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ പടത്തിന് വളരെ സിമ്പിളായിട്ടുള്ള മ്യൂസിക്, അതായത് പല സ്ഥലങ്ങളിലും BGM ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടെന്ന് തോന്നില്ല. ആ രീതിയിലേക്ക് സ്റ്റോറിക്ക് എന്താണ് ആവശ്യം ആ സാധനം പെർഫെക്റ്റ് ബ്ലെൻഡായിട്ട് ഈ സുഷിൻ ശ്യാം ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന പ്രശാന്ത് കൃഷ്ണ, അതേപോലെ അർജുൻ രാധാകൃഷ്ണൻ, ഇവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഈ സിനിമയിലെ ഈ പറയുന്ന കഥാപാത്രങ്ങളുടെ
പേഴ്സ്പെക്റ്റീവിൽ ഇരുന്നിട്ട് നമുക്ക് ഈ സിനിമയെ നോക്കി കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറെ രീതിയിലേക്ക് കാണാൻ പറ്റും. അതായത് ഈ സിനിമയ്ക്ക് ഒരുപാട് തലങ്ങളുണ്ടെന്ന് പറഞ്ഞു വരും. വ്യത്യസ്തമായ ഇപ്പോൾ പാർവതിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കാം, അല്ലെങ്കിൽ അർജുൻ രാധാകൃഷ്ണൻ്റെ പെർസ്പെക്റ്റീവ് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ സ്ക്രിപ്റ്റ് വേറെ രീതിയിലാണ് അനുഭവപ്പെടുക. അതൊരു ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും നല്ലൊരു സിനിമ അനുഭവം നമുക്ക് ഉള്ളൊഴുക്കെന്ന് പറയുന്ന സിനിമ വഴി നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.